Good afternoon, sir. Yes, good afternoon. Soji, Vidya, Saranya, Good afternoon, Shilu, sir. Good afternoon, Divya, Kirti. Good afternoon. Good afternoon, sir. Good Yes, afternoon, good sir. afternoon. Okay, Shilu. മഴയൊക്കെ മാറിയില്ലേ? വെയിലൊക്കെ ആയില്ലേ? നല്ല വെയിലാണ് സാർ. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദിശ, സരിഭവ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, sir. Good afternoon, sir. Okay. Yes, ആരാണ് പ്രയർ? നീരു, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, sir. സോജിയാണോ? ഞാനാണ് സർ പ്രയർ. Okay. More about Jesus would I know, more of his grace to others show, more of his saving fullness see, more of his love who died for me. More about Jesus, more about Jesus, more of his saving fullness see, more of his love who died for me. More about Jesus, let me learn, more of his holy will discern. Spirit of God, my teacher be, showing the things of Christ to me. More about Jesus, more about Jesus, more of his saving fullness see, more of his love who died for me. Okay, Soji, very good. ഈ ലെനിൻ രാജ്യത്തിന് സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുണ്ട്. അത് എം മുകുന്ദൻ എഴുതിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവലിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് എഴുതിയേക്കുന്ന ഒരു നോവലാണ് ഈ ദൈവത്തിന്റെ വികൃതികൾ. ബുക്ക് ഉണ്ടായില്ല, പിന്നെ സിനിമ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ പാടുന്ന പാട്ടിന്റെ സ്റ്റൈലുണ്ട് സോജിയുടെ പാട്ടിന്. ഓക്കെ, വെരി ഗുഡ്. എപ്പോഴെങ്കിലും ദൈവത്തിന്റെ വികൃതികള് സിനിമ വരുമ്പോ ഒന്ന് കണ്ടു കാണാം, യൂട്യൂബിൽ ഒന്ന് അടിച്ച് കണ്ടു കാണാം. യെസ്, അതൊരു വിദേശികളായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാല് പോർച്ചുഗീസുകാർ, അവരിവിടെ വന്നിട്ട് കേരളത്തിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ ജീവിക്കുക, അങ്ങനെ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. യെസ്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നായിരുന്നു ആ നോവലിന്റെ ഫസ്റ്റ് നോവൽ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഓക്കെ, ആ രണ്ടും വായിക്കണതല്ലാണ്, നല്ല രസമാണ് വായിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാർ വന്നു, അവര് നമ്മളെ ആക്രമിച്ചു. പക്ഷെ അതിന്റെ ഇടക്ക് നല്ല ആളുകളുണ്ടായിരുന്നു. ഈ കേരളം എന്ന് പറയുന്ന രാജ്യത്തെ ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യ ഇഷ്ടപ്പെട്ട ആളുകൾ, ഇവിടുത്തെ സ്ത്രീകളില് മഹാത്മ്യം കണ്ടെത്തിയ ആളുകൾ, അതിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ജീവിച്ചു. യെസ്, അപ്പൊ അവർക്ക് തിരിച്ച് ബ്രിട്ടനിലോട്ട് പോകാൻ പറഞ്ഞു കഴിയുമ്പോൾ പോകാൻ മടിയായിരുന്നു, കാരണം അവരുടെ ഭാര്യ മക്കളൊക്കെ ഇവിടെയായിരുന്നു. അങ്ങനെ ഒരു കഥ, ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ആ കഥ. ഓക്കെ, വെരി ഗുഡ്. അതിൻ്റെ അകത്ത് മറ്റേ വരുന്ന പാട്ടുകളുടെ സാമ്യം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ സോജി, വെരി ഗുഡ്. ദെൻ സൈനിങ് ഓൺ. Sir, ഞാനാണ്. Okay, Shilu. Good afternoon to a respected job, sir, and my dear friends. Welcome to a new class. Today marks the start of an exciting learning journey together, and we are so grateful to have our job sir here to guide us. Our classroom is a team, and we are stronger when we stand together. Let us support each other, work hard, and achieve great things as one family this year. Thank you, and let's have a great day ahead. Oh, okay, Shilu. Very good. We are the one family members. Okay, Shilu. Very good. Then, thought of the day. Thought of the day ഞാനാണ് സർ.
Okay, Kirti, continue. Teaching is a very noble profession that shapes the character, caliber, and future of an individual. If the people remember me as a good teacher, that will be the biggest honor for me. Dr. APJ Abdul Kalam. Yes, very good, very good, very good, very good. ഒരു ഘട്ടം കഴിഞ്ഞാലേ ടീച്ചർ പറയുന്നതാണ് നമ്മുടെ കുട്ടികൾ ശരി എന്ന് പറയുള്ളൂ. ക്ലാസ്സിൽ പറഞ്ഞു വിടുമ്പോ അതാണ് ശരി. അതെ, ടീച്ചർ അങ്ങനെ പറഞ്ഞു, അമ്മക്ക് ഇതിനെ കുറിച്ച് വലുത് അറിയാമോ ഇങ്ങനെ ചോദിക്കും അല്ലെ. ടീച്ചർ അതല്ല പറഞ്ഞേക്കണത്. യെസ്, ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ വിദ്യ പറഞ്ഞത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഹലോ പറഞ്ഞോളൂ സുജി. സർ, നമുക്കിപ്പം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുമ്പോ നമ്മളടുത്ത് ആദ്യം ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ചോദിക്കത്തില്ലേ, നമ്മുടെ സെൽഫ് പറയും. അപ്പൊ നമ്മള് ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് സാർ അതിനകത്ത് പറയേണ്ടത്? കുറച്ച് കാര്യങ്ങൾ അത്രയും മതി എന്നില്ലേ? കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമുള്ളത്. അധികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. ഓക്കെ, പിന്നെ വേറെ എന്താണ് സംശയം? വേറൊന്നുമില്ല സാർ, എനിക്ക് അതേ ഉള്ളൂ സംശയം. ഓക്കെ, ഓക്കെ, നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ ഒരു 2 മിനിറ്റിനുള്ളിൽ മാക്സിമം ചെയ്യും. പറഞ്ഞ് അവരെ ബോറടിപ്പിക്കരുത്. വി ആർ സിറ്റിംഗ് ബിഫോർ ഇന്റർവ്യൂ മെമ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞ് ബോറടിപ്പിക്കരുത്. യെസ്, നമുക്കതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ശരി 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 ശരി. യെസ്, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ 100 പ്രാവശ്യം എടുത്തതാണ്. യെസ്, എക്സാമിന് ഏതെല്ലാം ക്വസ്റ്റ്യൻ വരും സർ? എന്തൊരു സന്തോഷ. യെസ്, ഓക്കെ, നമുക്കേ ഡിസ്കസ് ചെയ്യാം. ഇനി ഉണ്ടല്ലോ 15 ശേഷം, അതായത് നാളെ 15, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ആഴ്ചയിൽ നമുക്ക് 2 ദിവസം വേണ്ടി വരില്ല, 1 ദിവസം വേണ്ടി വരുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോകാം. ഓക്കെ, യെസ്, ഓക്കെ. നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ടെൻഷൻ അടിക്കില്ല, വെരി സിമ്പിൾ. യെസ്, വളരെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത ചാപ്റ്ററിനെ ഇപ്പൊ എടുക്കുന്നത് കണ്ടീഷണൽ സെന്റൻസ് നോക്കണ്ട. അത് ഒഴിച്ചുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു 2 ചോദ്യം വരെ 2-3 ചോദ്യം വെച്ച് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലാസ് റൂം ഇംഗ്ലീഷ് എടുത്തില്ലല്ലോ ഫസ്റ്റ് ചാപ്റ്റർ. അല്ല, അതിൻ്റെ അത് ക്വസ്റ്റ്യൻ വരില്ല. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. യെസ്, ഗുഡ് മോർണിംഗ് ടീച്ചർ, അങ്ങനെയുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് സംസാരിക്കാം. നമുക്ക് ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സംസാരിക്കില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ, യെസ്, ഹൗ ആർ യു ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ. യെസ്, അതിന്റെ ചോദ്യം ഉണ്ടാവില്ല, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലെ വേറൊരു സംഗതി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇത് ആണ് കുറച്ച് സമയം വേണം, അപ്പൊ അതാണ് എത്തുള്ളൂ. അപ്പൊ സോറി, നമുക്ക് ഡിസ്കസ് ചെയ്യട്ടെ. യെസ്, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടീഷണൽ സെന്റൻസ്, ആ കണ്ടീഷൻ എന്ന് പറയുന്ന ആ വേർഡ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു വ്യവസ്ഥ വെക്കണം. വി ആർ പുട്ടിംഗ് എ കണ്ടീഷൻ. യെസ്, അപ്പൊ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. വി ആർ പുട്ടിംഗ് ഫോർവേഡ് എ കണ്ടീഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് കണ്ടീഷൻ വി ആർ ടോക്കിംഗ്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടീഷണൽ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ നമ്മൾ കാണുന്ന പ്രത്യേകത. വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, 12 ടെൻസിന്റെ ഫോം ഉണ്ട്. 12 ടെൻസ് ഫോം. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, V1, V2, V3. അത് വെച്ചിട്ട് നമുക്കൊരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അത് നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ വിട്ടുപോയ ചാപ്റ്റർ ഉണ്ട്, വെർബ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് അതിൽ നിന്ന് 2-3 ടെൻസുകൾ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഞാൻ 1-2 എണ്ണങ്ങൾ എടുക്കുകയാണ്. തൽക്കാലത്തേക്ക് നമ്മൾ 1-2 ടെൻസുകൾ നമ്മൾ എടുക്കുക. കാരണം ഇപ്പോ ഈ പറയുന്ന കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് 2-3 ടെൻസിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കും. യെസ്, 12 ടെൻസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആണ്, അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ ഒരു 12 എണ്ണമുണ്ട്. ഓക്കെ, അതിന്റെ പേര് കേട്ടൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ സംസാരിക്കുമ്പോൾ ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും നമ്മൾ സംസാരിക്കും. നമ്മുടെ വാക്കുകൾ ആരോട് സംസാരിക്കും പറയുമ്പോഴും എഴുതുമ്പോഴും ഏതെങ്കിലും ഒരു ടെൻസ് ആയിരിക്കും. കാരണം ഇതല്ലാതെ വേറെ ഇല്ല. യെസ്, ഓക്കെ. അപ്പൊ 12 ടെൻസുകളിൽ 1-2 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, നമ്മള് സാധാരണഗതിയിൽ നമുക്കറിയാം ഇംഗ്ലീഷിൽ എഴുതുന്നതും മലയാളത്തിലൊരു വാചകം എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യെസ്, അതായത് ആദ്യം എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ വെർബ് എഴുതും, പിന്നെ ഓബ്ജക്റ്റ്. ഇതാണ് ആ ക്രമം, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. പക്ഷെ ഇംഗ്ലീഷിലാണെങ്കിൽ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് വെർബ് ഇങ്ങനെയാണ്. യെസ്, അപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഓബ്ജക്റ്റ് മൂന്നാമതാ പറയുള്ളൂ. പക്ഷെ മലയാളത്തിലാവുമ്പോ ഓബ്ജക്റ്റ് രണ്ടാമത് വരും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് തെറ്റ് പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്കി, ഞാൻ ചായ കുടിച്ചു. ഞാൻ, അടുത്ത വേർഡ് ചായ, പിന്നത്തെ വേർഡ് കുടിച്ചു. അപ്പൊ ഞാൻ ചായ കുടിച്ചു അല്ലെ? ആദ്യത്തെ ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു, 3 വേർഡാണ്. ഇത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആ നടുക്ക് കിടക്കുന്ന ചായ ഇല്ല, അത് അവസാനം പറയണം. ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഡ്രാങ്ക് ടീ. ഇതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ സംസാരിക്കുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ഈ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാമത് വരും. പക്ഷെ ഇംഗ്ലീഷിൽ എപ്പോഴും ഓബ്ജക്റ്റ് എവിടെ വരുള്ളൂ? മൂന്നാമതേ വരും. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ഓക്കെ, ഞാനത് സന്ദർഭോചിത പാഠങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അത് സാറേ, ആ കുഞ്ചിയമ്മക്ക് 5 മക്കളാണെന്നുള്ള ഒരു പാട്ട് ഒരു കുട്ടീനെ കൊണ്ട് പാടിക്കുന്നുണ്ടല്ലോ. ആ അതിൽ ലാസ്റ്റ് ആ കുട്ടി പാടുമ്പോ തിരിച്ചു പാടുന്നുണ്ടല്ലോ, അത് ഓർത്താ മതി അല്ലേ? യെസ്, എന്താണ് ലാസ്റ്റ് വരി പറഞ്ഞ? നടന്നു കുഞ്ചു പറയുമ്പോ കുട്ടി എത്ര പറഞ്ഞു കൊടുത്താലും അത് തെറ്റിച്ചാണല്ലോ പാടുന്നത്. അതൊരു നടന്നു കുഞ്ചു അല്ലെ? ഓക്കെ 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 ഓക്കെ, കറക്റ്റ്, അത് ഓർത്താൽ മതി. ഓക്കെ ഹസീന, യെസ്, ഐ അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, നമ്മൾക്കൊരു കാര്യം പറയുമ്പോൾ കണക്ട് ചെയ്ത് ചിന്തിച്ചു പോകില്ലേ? അത് ഒരു നല്ല കാര്യമാണ്. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് പറയുമ്പോൾ മൂന്നാമത് പറയണം. മലയാളത്തിൽ വരുമ്പോൾ മലയാളം പിന്നെ നമ്മൾ പഠിക്കണ്ട, കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു പൊക്കോളും. നടുക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് വരും. ഇത് ഓർത്ത് ചെയ്താൽ മതി. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിലാണ് അങ്ങനെ പോകുന്നത്. പറഞ്ഞിട്ട് അപ്പോൾ സെന്റൻസ് കണ്ടു കഴിയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ 12 ടെൻസിൽ ഏത് ടെൻസിലാണ് അത് വന്നിരിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്ജക്റ്റും അതിന്റെ വെർബും മാത്രം നോക്കിയാൽ മതി. ബാക്കി അതിനകത്ത് ഓബ്ജക്റ്റ് ഉണ്ടാവും, മാനർ ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, ടൈം ഒക്കെ ഉണ്ടാവും. അതായത് ഓബ്ജക്റ്റ്, പിന്നെ എങ്ങനെ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം, എവിടെ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം, എപ്പോൾ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട. ഈ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റണം ഇത് ഏതാണ് ടെൻസ്, ഏത് ടെൻസിലാണ് ഇത് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി മുതൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു നോട്ടീസോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഏതെങ്കിലും ഒരു പരസ്യമോ കാണുമ്പോൾ വെറുതെ നിങ്ങളൊന്ന് വിചാരിക്കണം, ഈ ടെൻസില് നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസില് ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത്, ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതോ നമുക്ക് അർത്ഥം പിടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിച്ച് ടെൻസ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് ദാറ്റ് സെന്റൻസ്, ഏത് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഇത് നമ്മൾ അറിയും. അപ്പൊ ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ചെക്ക് ദി സബ്ജക്ട് ഓഫ് സെന്റൻസ് ആൻഡ് പ്ലസ് ദ വെർബ്. ആ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ്. ഓക്കെ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. ഐ, വി, യു, ദേ എന്നൊക്കെ പറയുന്ന ബോയ്സ് ഗേൾസ് എന്നൊക്കെ പറയുന്ന സബ്ജക്ട്. അവർ ചെയ്ത പ്രവൃത്തി, ആക്ഷൻ, അതിനെയാണ് നമ്മളൊക്കെ പറയാ വെർബ് എന്ന് പറയാം. പിന്നെ ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, അതൊക്കെ അങ്ങനെ പോകട്ടെ, നമ്മൾ മെയിൻ ചെയ്യുന്നത്. അത് ഉണ്ടാവണം കേട്ടോ, എന്നാലാണ് സെന്റൻസിന് ഭംഗിയാവുള്ളൂ. അപ്പൊ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ വി ഷുഡ് നോ ദാറ്റ് ദ ടെൻസ് ഓഫ് ദ സെന്റൻസ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസാണ്. സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഒരു ഹെഡിങ് എഴുതി വെച്ചോ,
സിമ്പിൾ പ്രസന്റ്, SIMPLE, സിമ്പിൾ PRESENT, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. യെസ്, സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വാചകമാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വാചകമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ സബ്ജക്റ്റ് നോക്കും. അപ്പൊ എഴുതിക്കും അടിയിൽ എസ്. എസ് മീൻസ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ എസ് എന്നുള്ളത്. എസ് പ്ലസ് ഒരു പ്ലസ് ഇടാം, എസ് പ്ലസ് വി എന്നിടാം. വി മീൻസ് വെർബിന്റെ ഷോർട്ട് ഫോം ആണ് വി. എന്നിട്ട് വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്നിടാം. വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്നിടാം. ഓക്കെ, അത്രയും മതി. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലുള്ള ഒരു വാചകം അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് നോക്കുന്നു. ആ വെർബ് ഒരു പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ, അത് ശ്രദ്ധിക്കേണ്ടത്, വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞു, പിന്നെ വെർബ് ഉണ്ട്, ആ വെർബ് എഴുതിയിരിക്കുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ദാറ്റ് സെന്റൻസ് ഈസ് ഇൻ സിമ്പിൾ പ്രസന്റ്. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ് അല്ലേ, ഗോ, ജിയോ ഗോ, പ്രസന്റ് ടെൻസ് അല്ലേ. ആ ഗോ എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. അപ്പൊ ഞാൻ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഗോ ടു മൈ ഹൗസ്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഐ ഗോ ടു മൈ ഹൗസ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഐയും ഗോയും മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കണ്ട. ഈ സബ്ജക്റ്റും ഈ വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ടെൻസ് ഏതാന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്കിത് പറയാം, സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസാണ്. ഓക്കെ സോജി, അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഐ ഗോ ടു മൈ ഹൗസ് എന്നുള്ളത്. സോജി ഒന്നെ എക്സാമ്പിൾ പറഞ്ഞേ. I go to study. ഗോ വിട്, വേറെ മാറ്റി പിടിച്ചോ. യെസ്, വേറെ പിടിച്ചോ. I write a letter. ഐ റൈറ്റ് എ ലെറ്റർ, കറക്റ്റ്. അടുത്തത് അച്ഛനും പറയൂ. I go to dance. ഐ ഗോ ടു ഡാൻസ് ക്ലാസ്. ഓക്കെ. I sing a song. ഐ സിംഗ് എ സോങ്. I go to eat. യെസ്, ഐ ഗോ ടു ബീച്ച്. One more. ഐ ലവ് ഇന്ത്യ, ഞാൻ സോജിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ലവ് ഇന്ത്യ. ഓക്കെ, ഇനി ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങോട്ടേക്ക് വരാം. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബ്, വി യൂസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ പറയാം സിമ്പിൾ പ്രസന്റ് പറയാം. ശരണ്യ, ആ വീട്ടില് അമ്മയല്ലേ ഭക്ഷണമൊക്കെ പാകം ചെയ്യണേ? അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ. യെസ്, അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം. അമ്മ ഭക്ഷണം പാകം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ മൈ മദർ. ഞാൻ പകുതി ഞാൻ സഹായിച്ചിട്ടുണ്ട്, ബാക്കി പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളതിന് കുക്ക് എന്നാണ് പറയാം. ഈസിയാക്കി പറഞ്ഞ ഭക്ഷണം എന്നുള്ളതിന് ഫുഡ്. ഇതൊന്ന് റെഡിയാക്കി പറഞ്ഞേ. അമ്മ ഭക്ഷണം പാകം ചെയ്യാറുണ്ട് എന്നർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് സെന്റൻസ് പറഞ്ഞു. എല്ലാ പേരും പറഞ്ഞിട്ടുണ്ട്. മൈ മദർ കുക്കിംഗ് ഫുഡ്. കുക്കിംഗ് ഫുഡ് അറിയാണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ശരി, ഒരു അയ്യഞ്ചി. അയ്യഞ്ചി വേണ്ട, കുക്ക് പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി. പറഞ്ഞ മൈ മദർ കുക്ക് ഫുഡ് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ ശരണ്യ പറഞ്ഞു മൈ മദർ കുക്ക് ഫുഡ് എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അതിന് മിസ്റ്റേക്ക്. കുറച്ചു പേർക്ക് മനസ്സിലായി കാണും എന്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സബ്ജക്റ്റ് എഴുതി അതിന്റെ തൊട്ടരികത്ത് വരുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണെങ്കിൽ, യു റിമെമ്പർ ദാറ്റ് ഓൾവേസ്, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ടരികത്ത് വരുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണെങ്കിൽ ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുകൂടി നോക്കണം. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുകൂടി നോക്കണം. സിംഗുലർ ആണെങ്കിൽ ഒരാളുള്ളെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു യെസ് എന്നും കൂടി ചേർക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ ശരണ്യ പറഞ്ഞില്ലേ മൈ മദർ,
എത്ര അമ്മയുണ്ട്? ഒരമ്മയേ ഉള്ളൂ. അപ്പൊ ഒരാളെ ഉള്ളൂ. യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൈ മദർ കുക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ തൊട്ടരികത്ത് വരുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബും ആണെങ്കിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലും എല്ലാവരുടെയും നിയമം വരുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ V1 ഫോം ആണെങ്കിൽ സബ്ജക്ട് സിംഗുലറും ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു എസ് ഒന്നും കൂടി ചേർക്കണം. അപ്പൊ ശരണ്യ പറഞ്ഞത് കറക്റ്റ് ആവണമെങ്കിൽ, ഗ്രാമർ കറക്റ്റ് ആവണമെങ്കിൽ മൈ മദർ കുക്സ് ഫുഡ് തായിരിക്കണം. ഇനി ശരണ്യക്ക് വേണമെങ്കിൽ പറയാം എന്റെ കുട്ടികൾ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. അപ്പൊ വേണമെങ്കിൽ നോക്കിയേ മൈ ചിൽഡ്രൻ, എന്റെ കുട്ടികൾ. അപ്പൊ ഒന്നിൽ കൂടുതൽ കുട്ടികളായി, അപ്പൊ പ്ലൂറലായി. അപ്പൊ എസ് വേണ്ട, മൈ മദർ മൈ ചിൽഡ്രൻ കുക്ക് ഫുഡ് എന്ന് മതി. യു ഗെറ്റ് ദ പോയിന്റ്? അപ്പോ അത് എപ്പോഴും ഓർത്തിരിക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ടരികത്ത് പ്രസന്റ് ടെൻസ് V1 ആണെങ്കിൽ ആ സബ്ജക്റ്റിനൊന്ന് നോക്കുക. നോക്കിയിട്ട് അത് സിംഗുലർ ആണെങ്കിൽ ഒരു എസ് കൂടി ചേർക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഗോ ടു മൈ ഹോം എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഞാനൊരു പെൺകുട്ടിയെ നോക്കിയിട്ട് പറയണ അവൾ വീട്ടിൽ പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ ഷീ എന്ന് പറയുമ്പോൾ അവൾ, അവിടെ എത്ര ആളുണ്ട്? there is only one person. ഷീ ഗോ ടു ഹൗസ് എന്ന് പറയാൻ തെറ്റാണ്. എന്താണ് പറയേണ്ടത്? ഷീ ഗോസ് ടു ഹൗസ് ആണ്. അവിടെ ഒരു എസ് കൂടി ചേർക്കണം, ഒരു ഇഎസ് കൂടി ചേർക്കണം. ചിലതിന്റെ കൂടെ എസ്, ചിലതിന്റെ കൂടെ ഇഎസ്. ഗോഡോ എന്നുള്ളതിന്റെ കൂടെ ഇഎസ് ആണ്. എസ്. അപ്പോ അവിടെ ഗോ എന്നല്ല വരിക, ഗോസ് എന്നാണ് വരിക. അപ്പൊ ഇവിടെ ഞാൻ അങ്ങനെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാൻ കൂടി വേണം. ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പോ ഷിലുവിനെ നോക്കിയിട്ട് നിങ്ങൾ എന്നെനിക്ക് വിളിക്കാം. യെസ്. അപ്പൊ ഞാൻ ആ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിലുവിനെയാണ്. ഷിലുവിനെയും രമ്യയെയും വിദ്യയെയും നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിലുവും രമ്യയും വിദ്യയുമാണ്. അപ്പൊ നമുക്ക് പറയാം യു എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്ലൂറൽ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിംഗുലർ. സിംഗുലർ ആയിട്ടും വരുന്നുണ്ട്, പ്ലൂറൽ ആയിട്ടും വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും യു ഉപയോഗിക്കാമെങ്കിലും ഓൾവേസ് യു കൺസിഡർ പ്ലൂറൽ. എപ്പോഴും പ്ലൂറൽ ആയിട്ട് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് യു എന്നത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും എസ് ചേർക്കരുത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ വാചകം ഐ ഗോ ടു മൈ ഹോം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചു. എന്താണ് ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഐ ഗോ ടു ഹൗസ് തെറ്റല്ലേ സാറേ? ഐ ഗോസ് എന്ന് പറയണ്ടേ എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. ചോദിച്ചില്ല, പോട്ടെ. ആരുടെങ്കിലും മനസ്സിൽ അത് വന്നു. എന്തോ അതറിയായിരുന്നു. അതറിയായിരുന്നു. അപ്പൊ ഓക്കെ. യെസ്. ഐയുടെ കൂടെ എസ് വരില്ല. ആ ഒരു എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അതിനെ കുറിച്ചുള്ള ഫസ്റ്റ് പേഴ്സൺ സിംഗിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്ര ഓർത്തി നമ്മൾ ഐയുടെ കൂടെ എസ് വരില്ല. ഈ ഐയുടെ കൂടെ എസ് വരില്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന, എപ്പോഴും ഓർത്തിരിക്കാവുന്ന, നമുക്ക് പരിചയമുള്ള സെന്റൻസ് ആണ് ഐ ലവ് യു. ഓക്കെ. ഐ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഐയുടെ കൂടെ എസ് വരാത്തത് കൊണ്ടാണ് ഐ ലവ് യു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐ ലവ്സ് യു എന്ന് പറയണം. ഐ ലവ്സ് യു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതല്ലല്ലോ നമ്മൾ കേൾക്കാറുള്ളത്. ഐ ലവ് യു അല്ലേ? അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഐ ലവ് യു ഓർത്തിരുന്നാൽ മതി. ഐയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ എസ് വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിക്കുകയാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് വരും. ഓക്കെ. അത് ഓർത്തിരിക്കുക. എന്നാൽ ഐയുടെ കൂടെയോ യുവിന്റെ കൂടെയോ എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ. യു ഗെറ്റ് ദ പോയിന്റ്? യെസ്. അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലെ രീതി. യെസ്. അപ്പൊ സബ്ജക്റ്റ് ഉപയോഗിച്ചു, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ പ്രസന്റ്. അതിനെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുക. ഇനി ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഷോ എ ഹാബിച്വൽ ആക്ഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഹാബിറ്റ്? ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. യെസ്. ഒരു സ്ഥിരമായ നമ്മുടെ ഒരു സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. സ്ഥിരം എന്ന് പറയുമ്പോൾ
എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നുമില്ല. ഷിലു ആഴ്ചയിൽ ഒരു ദിവസമാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ ഷിലു, അതാണ് ഷിലുവിന്റെ സ്വഭാവം, അതാണ് ക്യാരക്ടർ. അപ്പൊ ഷിലു പറയാം, ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. അടുത്ത ആള് വിദ്യയുണ്ട്. വിദ്യ വർഷത്തിൽ ഒരിക്കലാണ് പോകുന്നത്. ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ ഇയർ. യെസ്, അതാണ് ക്യാരക്ടർ. അപ്പൊ ഒരു ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അത് കാണിക്കുന്നതാണ് എന്ത്, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ സിമ്പിൾ പ്രസന്റില് ഏതെങ്കിലും വാചകം പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എ ഹാബിച്വൽ ആക്ഷൻ. അതെന്താണത്? ഹാബിച്വൽ ആക്ഷൻ. ഇപ്പൊ രമ്യ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അതാണ് രമ്യയുടെ ഹാബിറ്റ്. അത് സിമ്പിൾ പ്രസന്റിലെ പറയാവൂ. അപ്പൊ നമുക്ക് രമ്യ പറയുമ്പോൾ എന്ത് പറയും? ഐ സബ്ജക്റ്റ്, ഗെറ്റ് അപ്പ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning. രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു. യെസ്, അത് കേൾക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് രമ്യ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം അത് ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അതാണ് രമ്യയുടെ ക്യാരക്ടർ. ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ എഴുന്നേറ്റത് 7 മണിക്കായിരിക്കാം, പക്ഷെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ക്യാരക്ടർ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഓൾവേസ് ഷോസ് എ ഹാബിച്വൽ ആക്ഷൻ. സ്ഥിരമായിട്ടുള്ള നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിദ്യ, വിദ്യയുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന വിദ്യയുടെ സ്വഭാവം, വിദ്യക്ക് തന്നെ ഉള്ള ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സമയം പറയും. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുക പറഞ്ഞു വേണമെങ്കിൽ സമയം 5 മണിക്ക് എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കുന്നു. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. യെസ്. പിന്നെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിള്ളേരായിട്ട് ഒരു വഴക്കുണ്ടാക്കും, അതൊരു സ്ഥിര സ്വഭാവമാണ്. ഐ കോറൽ വിത്ത് മൈ ചിൽഡ്രൻ. ഞാൻ എന്ത് ചെയ്യുന്നു? വഴക്കുണ്ടാക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ഐ പ്രിപ്പയർ, ഐ സബ്ജക്റ്റ്, പ്രിപ്പയർ is a present tense of the verb. I prepare food breakfast for the family. Then ഫാമിലിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ സ്ഥിരം വിദ്യയുടെ ക്യാരക്ടർ എന്ന് വിദ്യക്ക് തോന്നുന്ന ഒരു 5 ഐറ്റം എന്ന് പറഞ്ഞു. ഞാൻ വടക്കുണ്ടാക്കുന്നത് വെറുതെ പറഞ്ഞാൽ കേട്ടോ. I get up 6 o'clock in the morning. വെരി ഗുഡ്. അപ്പൊ സമയം പറയുമ്പോൾ അതിന്റെ തൊട്ടുമുള്ള ഒരു ആക്ട് കൂടി ചേർന്ന്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. വെരി ഗുഡ്, കറക്റ്റ്. 6 മണിക്ക് എഴുന്നേൽക്കുന്നു. I brush my teeth. യെസ്, നല്ല സ്വഭാവമാണ്. ഞാൻ പല്ല് തേക്കാറുണ്ട്. ഐ സബ്ജക്റ്റ്, ബ്രഷ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ബ്രഷ് മൈ ടീത്ത്. ഓക്കെ, കറക്റ്റ്. പിന്നെ I make black tea. യെസ്, ഐ മേക്ക് ബ്ലാക്ക് ടീ. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാറുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻ ദ മോർണിംഗ് കൂടി ചേർത്തു. ഐ മേക്ക് ബ്ലാക്ക് ടീ ഇൻ ദ മോർണിംഗ്. യെസ്, രാവിലെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാറുണ്ട്. യെസ്, ഓക്കെ. I drink black tea with my husband. ഐ ഡ്രിങ്ക് ബ്ലാക്ക് ടീ വിത്ത് മൈ ഹസ്ബൻഡ്. കറക്റ്റ് ആണ്. ഐ സബ്ജക്റ്റ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. പിന്നെ ബാക്കി നമ്മൾ നോക്കണ്ട. ഇത്രയും കണ്ട ബാക്കി മുഴുവൻ ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്, ഹാബിച്വൽ ആക്ഷൻ ആണ്. ഐ ഡ്രിങ്ക് ബ്ലാക്ക് ടീ വിത്ത് മൈ ഹസ്ബൻഡ്. എന്റെ ഭർത്താവിന്റെ ഒപ്പം ഞാനൊരു ബ്ലാക്ക് ടീ കുടിക്കാറുണ്ട്. വൺ മോർ, ഒന്നുകൂടി പറ. I prepare a breakfast. യെസ്, ഐ. അപ്പൊ നമ്മൾ ഞാനിപ്പോ 6 മണിക്ക് എഴുന്നേറ്റു. 7 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം. ഞാൻ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നല്ല. ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 o'clock. 7 മണിക്ക് എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. ബ്രേക്ക്ഫാസ്റ്റിന്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയാണ്, സൃഷ്ടിക്കാൻ ആരംഭിക്കുക. അത്ര നേരം തലേദിവസത്തെ കാര്യങ്ങള്, വലിയ കാര്യങ്ങള്, പേപ്പറൊക്കെ നോക്കി, റീൽസ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ അന്നത്തെ മുടി വിടാനുള്ളതൊക്കെ വിട്ട് 7 മണിക്ക് എന്റെ കിച്ചണോട്. ഓക്കെ, വെരി ഗുഡ് വിദ്യ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല രസകരമായിട്ട് പറഞ്ഞു. ഓക്കെ, ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ദാറ്റ് ഷോസ് വാട്ട് എ ഹാബിച്വൽ ആക്ഷൻ. അതെന്താ കാണിക്കുന്നത്? ഒരു ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് കാണിക്കുന്നത്. യെസ്, ഇനി ആർക്കെങ്കിലും അതേപോലെ ഒരു ഹാബിച്വൽ ആക്ഷൻ പറയാൻ താല്പര്യമുണ്ടോ? നീനു, ആർ യു ഓക്കെ?
സാർ എന്താ പറഞ്ഞു? 5 ഐറ്റം സോറി പറഞ്ഞു. അല്ല Yes. സാറ് ഞാൻ ഓക്കെ ആണോന്നല്ലേ സാറ് ചോദിച്ചത്, ഞാൻ എന്താന്ന് കറക്റ്റ് കേട്ടില്ല. Yes. ഏതായാലും ഓക്കെയാണ്. അപ്പൊ പോട്ടെ. 5 ഐറ്റം പറയും. നമ്മൾ സ്ഥിരം ചെയ്യണതല്ലേ. എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെർബ് പ്രസന്റൻസ്. ഇനിയിപ്പോ നീനുവിന്റെ ഒക്കെ സ്വഭാവം പറയണ്ട. നീനുവിന് വേണമെങ്കിൽ നീനുവിന്റെ അമ്മയെ കുറിച്ച് പറയാം. യെസ്. അപ്പൊ മൈ മദർ കുക്സ് ഫുഡ്. മൈ മദർ ഗെറ്റ്സ് അപ്പ് അറ്റ് 6 o'clock. എന്റെ ഭർത്താവ്, എന്റെ കുട്ടി, എന്റെ ബ്രദർ, എന്റെ അയൽക്കാരൻ, അങ്ങനെ അവർ പറയാം. അത് കുഴപ്പമില്ല. യെസ്. ഓക്കെ. ഓക്കെ സാർ. മൈ മദർ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the early morning. യെസ്, വെരി ഗുഡ്. ഒറ്റ മിനിറ്റ്. ഇതിന്റെ അകത്ത് ശരിഭവ്യ മീൻ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എവിടെയാണ് പറയാം? മദർ, സോറി. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഒരു തെറ്റ് ഡീപ്പിന് പറ്റിയിട്ടുണ്ട്. എവിടെയെന്ന് പറയാമോ? അസീനൊക്കെ പിടിയിട്ടില്ല. എസ് ചേർത്തിട്ടില്ല. ചേർത്തില്ല. യെസ്, അത് കണ്ട. എനിക്കും പിടികിട്ടിയായിരുന്നു സാർ. അത് മറക്കരുത്. ഇതാണ് ഇംഗ്ലീഷിൽ വരുന്ന പ്രധാനപ്പെട്ട ഗ്രാമർ. മൈ മദർ ഒരാളെ ഉള്ളൂ. അത് ഓർത്തിരിക്കും. ഒരാളുള്ളോ എസ് ചേർക്കും. പ്രസന്റേഴ്സ് ആണ് അരികത്ത് വരുന്നത്. ഗെറ്റപ്പ് എന്ന് പറഞ്ഞ പ്രസന്റേഴ്സ് ആണ്. അതിന്റെ പാസേഴ്സ് ഗോട്ടപ്പ് ആണ്. അപ്പൊ പ്രസന്റൻസ് ഉപയോഗിക്കുമ്പോൾ ഗെറ്റ്സ് അപ്പ് എന്നാണ്, GETS ആണ്. അപ്പൊ ഓർത്തിരിക്കുക, ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് വരെയുമില്ല. ഇത് അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് പതിപ്പിച്ച് വെച്ചു. ഐ വരുള്ള നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. എന്ത്? ഐ ലവ് യു. മറ്റേത് നമ്മൾ യു എന്ന് പറഞ്ഞാൽ ഒരാളാണെങ്കിൽ നമ്മൾ നിങ്ങളെന്ന് വിളിക്കാറുണ്ട്, ഒന്നിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ വിളിക്കാറുണ്ട്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഓർമ്മ ഉണ്ടാവണം. ഏത് മൈ മദറോ മൈ ഫാദറോ ഒക്കെ പറയുകയാണെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവണം. എസ് ചേർക്കാൻ പറ്റുന്നത്. ഓക്കെ, ബാക്കി നാലോട്ട് പറഞ്ഞു. മൈ മദേഴ്സ് പ്രിപ്പയർ എ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. യെസ്, മൈ മദേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരമ്മയുടെ മദർ. പ്രിപ്പയേഴ്സ്, പ്രിപ്പയർ എന്ന് പറയുന്ന വേരിന്റെ കൂടെ എസ് കൂടി ചേർത്തു. പ്രിപ്പയേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടാക്കുന്ന അമ്മയാണ്. കറക്റ്റ്. മൈ മദേഴ്സ് എവറി ഡേ ഗോ ടു ടെമ്പിൾ. ഞാനങ്ങ് എന്നും നടക്കുന്നതെന്ന് പറഞ്ഞല്ല, ജസ്റ്റ് അത് സെന്റൻസ് കറക്റ്റ് ആണ്. അത് ഒന്നും കൂടി നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ആ വാക്കുകൾ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. മൈ മദർ പിന്നെ പറഞ്ഞു ഗോസ്, എവിടെ പോകുന്നു? ടു ടെമ്പിൾ എവരി ഡേ. ഇതാണ് ഭംഗിയാണ്. മൈ മദർ ഗോസ് ടു ടെമ്പിൾ എവരി ഡേ. അടുത്തത് മൈ മദർ എന്താ പറയാ, ഒരു അമ്മയാണല്ലോ പറയുന്നതിന് വേറെ ഒന്ന് മാറ്റി പിടിച്ചോ? അങ്ങനെ എല്ലാ അമ്മയ്ക്ക് തന്നെ അങ്ങനെ പടി കൊടുക്കല്ലേ. ഒന്ന് നീനും പിടിക്കൂ. രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന സ്വഭാവം നീനുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞു, രാവിലെ പത്രം വായിക്കാറുണ്ട്. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്. കറക്റ്റ് ആണ്. പിന്നെ ഐ വാക്ക് എവരി ഡേ. യെസ്, ഐ വാക്ക് ഇൻ ദ മോർണിംഗ്. ഞാനൊരു എല്ലാ എവരി ഡേ ഒരു ഭംഗി വരാതി കുറവ് വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇങ്ങനെ ഒന്ന് മാറ്റി. ഐ വാക്ക് ഇൻ ദ മോർണിംഗ്. അല്ലെങ്കിൽ അത് നമുക്കൊന്നും വേറെ രീതിയിൽ പറയാം. ഐ വാക്ക് ഹാഫ് ആൻ അവർ, അരമണിക്കൂർ ഇൻ ദ മോർണിംഗ്. ഐ വാക്ക് ഹാഫ് ആൻ അവർ ഇൻ ദ മോർണിംഗ്. അരമണിക്കൂർ ഞാൻ രാവിലെ നടക്കാറുണ്ട്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ഒന്നുകൂടി പറഞ്ഞു. Then I prayer every morning. എവരി മോർണിംഗ്. ഇതിന്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? പ്രയറിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. യെസ്, പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്താണ് മാലു? അല്ല, പ്രയർ പ്രേ എന്ന് പറയും. PRAY. ഓക്കെ ഓക്കെ, PRAY കറക്റ്റ് ആണ്. ഓക്കെ മാലു, ഓക്കെ PRAY. യെസ്. ഇനി അത് വേണമെങ്കിൽ നമുക്ക് പ്രയർ വെച്ച് പറയാം. അപ്പൊ ഇത് ഐ ഡു പ്രയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ല. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ പിന്നെ വെർബാണ്. മറ്റത് പ്രാർത്ഥന, മറ്റത് ഒന്ന് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക എന്നുള്ളതിന് PRAY പ്രേ, അത്ര മാത്രം മതി. ഓക്കെ, എവരി മോർണിംഗ് അങ്ങനെ പറയാം. എന്താ പറഞ്ഞോ? വി പ്രേ എവരി മോർണിംഗ്. യെസ്, ഓക്കെ, വി പ്രേ എവരി മോർണിംഗ്. യെസ്, അത് വേണമെങ്കിൽ നമുക്ക് സമയം പറയാം. I pray at 6 o'clock in the morning. രാവിലെ 6 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് പിടിയിട്ട് സമയം നമുക്ക് ഇനി ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഒന്നുകൂടി എടുക്കും. അപ്പൊ ആ സമയത്ത് എല്ലാവരും കൊണ്ട് പറയിപ്പിക്കാം. ഇപ്പൊ നമ്മള് ഈ ഒരു പ്രാവശ്യം സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. യെസ്, ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന് മുന്നേ അയ്യും യുവും സിമ്പിൾ പ്രസന്റ് ടെൻസും. ഓക്കെ, ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് ഈ വിഷയം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോണതാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇനി അപ്പൊ ഞാൻ ആ ടെൻസ് വിട്ടു, ഞാൻ അടുത്ത ടെൻസിലോട്ട് വരും. നെക്സ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എഴുതി വെച്ചോ, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്, SIMPLE, സിമ്പിൾ PAST, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. യെസ്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ പ്രസന്റിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് സിമ്പിൾ പാസ്റ്റിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ അടിയിൽ എഴുതുക S പ്ലസ് വി, വെർബ് എന്നുള്ള ഷോർട്ട് ഫോം വി, എന്നിട്ട് ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 രണ്ട് ചെയ്യാം. വെർബിന്റെ രണ്ടാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് അത് ഉപയോഗിക്കും. യെസ്, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സംശയം, ആ, ഈ വേർഡ് ഇങ്ങനെ പറയാൻ പറ്റുമോ? മൈ ഹസ്ബൻഡ് ഡസ് എക്സസൈസ് ഏർലി ഇൻ മോർണിംഗ്. യെസ്, അത് കറക്റ്റ് ആണ്. ഡസ് ഇങ്ങനല്ലേ? ഡസ് എന്ന് വരും. ഡു എന്നുള്ളതിന്റെ മൈ ഹസ്ബൻഡ് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഡു എന്നുള്ള വെർബിന്റെ കൂടെ S ചേർത്തിട്ടാണ് ഡസ് ആക്കിയത്. ഓക്കെ, ഡു ആണ് അവിടെ ശരിക്കുള്ള വാക്ക്, അതിനെ ഡസ് ആക്കിയതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഈ ഡൂവും ഡസും ചേർക്കുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ ഉറപ്പിച്ച് പറയില്ലേ, എംഫാറ്റിക് എന്ന് പറയും, ഉറപ്പിച്ച് പറയില്ലേ, അവിടെയൊക്കെ സാധനം ചേർക്കുന്നത്. അത് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സ്ഥലത്തൊക്കെ ഡു അല്ലെങ്കിൽ ഡസ് ഡിലേക്ക് കയറി വരും. നമുക്ക് അങ്ങോട്ട് പിന്നീട് എത്താം. യെസ്, അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞ ടെൻസ് ആണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിന്റെ തുടർച്ചയായിട്ട് പറയാം. ഐ ഗോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം അത് പ്രസന്റ് ടെൻസ് ആയിരുന്നു. അപ്പൊ അടുത്ത് പറയണം ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോം V2. ഐ വെന്റ് ടു മൈ ഹോം, കറക്റ്റ് ആണ്. ഐ വെന്റ് ടു മൈ ഹോം. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നീനു പറയാണ് മൈ മദർ വീട്ടിലോട്ട് പോയി. അപ്പൊ മൈ മദർ വെന്റ് ടു ഹോം, അത് കറക്റ്റ് ആണ്. അവിടെ S ചേർക്കണ്ട, കാരണം ഇവിടെ മൈ മദർ കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ S വേണ്ട. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം S ചേർത്താൽ മതി. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് ചേർക്കണ്ട? S ചേർക്കണ്ട. S അത് ഓർമ്മ ഉണ്ടാവണം. അന്നാ എല്ലാത്തിനും S ചേർത്തേക്കാം എന്ന് പറഞ്ഞ് ചേർക്കണ്ട. മൈ മദർ വെൻസ് എന്ന് പറയുമ്പോ തന്നെ അറിയാലോ സംഗതി എവിടെയും ഒരു കല്ല് കടിക്കുന്നത്. യെസ്, അപ്പൊ മൈ മദർ വെന്റ് ടു ഹൗസ്. മൈ ഹസ്ബൻഡ്, ഇപ്പൊ നേരത്തെ മുബഷീറ പറഞ്ഞ വാചകം ഒന്നും മാറ്റം പറയും. ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറയും. മൈ മദർ ഡിഡ് എക്സസൈസ് ഇൻ ദ മോർണിംഗ്, രാവിലെ എക്സസൈസ് ചെയ്തു. ഓക്കെ, യെസ്, അപ്പോ ഇപ്പൊ ഏകദേശം 14:10 എന്ന് വെച്ചാല് 2:10. ഈ 2:10 തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ടെൻസ് ആണ്. അതിനു മുമ്പ് ചെയ്ത എല്ലാവരും എന്താണ്? അതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് ആൻ ഹാബിച്വൽ ആക്ഷൻ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻ ആക്ഷൻ ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അപ്പൊ അതെന്താ പറയാം? ഐ സബ്ജക്റ്റ്. അറ്റൻഡഡ്, ATTENDED പാസ്റ്റ് ടെൻസ്. അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ലേ? അത് കഴിഞ്ഞ സംഭവമല്ലേ? ഐ
പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. നേരെ മറിച്ച് ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാല് ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, അത് ഹാബിറ്റായി. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാല് രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ സ്വഭാവമൊന്നുമല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായ? ഇറ്റ് ഈസ് നോട്ട് മൈ ക്യാരക്ടർ. അത് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. സ്ഥിരമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് പറഞ്ഞോളൂ. ഇന്ന് മാത്രം ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് അത് സിമ്പിൾ പാസ്റ്റ് വരും, ഓൾറെഡി ഹാപ്പൻ. ഓക്കെ, ഹസീന ഇന്നലെയും മിനിയെന്നാളും അതിന്റെ തലേദിവസമൊക്കെ ആയിട്ട് ചെയ്ത ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു, ഒക്കെ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. പോയാ? ഇല്ലില്ല, പോയിട്ടില്ല. പോയിട്ടില്ല. യെസ്, 5 ഐറ്റംസ് പറഞ്ഞു. ഐ കോൾഡ് മൈ ഹസ്ബൻഡ്. യെസ്, ഐ കോൾഡ് മൈ ഹസ്ബൻഡ്. ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചു. അല്ല, ഐ സബ്ജക്റ്റ്, കോൾഡ് പ്രസന്റ് ടെൻസ് ആണ്, എന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കോൾഡ്. ഐ കോൾഡ് മൈ ഹസ്ബൻഡ്. കറക്റ്റ് ആണ്. അടുത്തത് ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, ഐ കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. ഞാനൊരു വാക്കുകൂടെയും കൂടെ ചേർത്ത് ഒരു ഭംഗിക്കട്ടെ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അടുത്തത് I ate my breakfast at 8:30. Yes, it's a correct sentence. I eat present tense ആണ്, അതിന്റെ past tense ഉപയോഗിച്ചു. Ate, ate. I ate breakfast at 8:30. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കറക്റ്റ്. അടുത്തത് I attended my class. Yes, I attended my class. Okay, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അസീന, ഈ ഇപ്പൊ ഈ വാചകം ഉദ്ദേശിച്ചത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുത്തു എന്നാണോ, അല്ലെങ്കിൽ ഇന്നലെ അറ്റൻഡ് ചെയ്തു എന്നാണോ? എന്താണോ അസീന ഉദ്ദേശിച്ചത്? ഈ പാസ്റ്റ് ടെൻസ് ആകുമ്പോ ഇന്നലെ എന്നുള്ളതല്ലേ വേണ്ടത്? അല്ല, ഇതൊക്കെ പറഞ്ഞേക്ക്. ഹസീന അത്രയും പറഞ്ഞപ്പോ എന്താ ഉദ്ദേശിച്ചത്? ഇന്നത്തെ എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു എന്നാണോ, ഇന്നലെ നടന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തു, എന്താണ് മനസ്സിൽ വന്നത്? അത് പറ. I attended my class yesterday എന്ന് അങ്ങനെ പറയണോ? അതെല്ലാം മറന്നേക്ക്. എന്ത് എന്താ പറയാ, അതൊക്കെ വിട്. എന്താ പറയാ, പുതിയതായിട്ട് ചോദിക്കുന്നത്. ആദ്യം വാചകം പറഞ്ഞില്ലേ, ഐ അറ്റൻഡ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഉദ്ദേശിച്ചത് മനസ്സിലോട്ട് വന്ന സിറ്റുവേഷൻ ഇന്ന് എന്റെ ജോബ് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തതാണോ, ഇന്നലെ 1:30 ഉണ്ടായ വേറെ ഏതെങ്കിലും ടീച്ചറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തതാണോ മനസ്സിലോട്ട് വിചാരിച്ചത്? ഏതാണ് വിചാരിച്ചത്? ഞാന് ഇന്നലെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ എന്നാണെങ്കിൽ കറക്റ്റ് ആണ്. നേരെ മറിച്ച് ഇന്നിപ്പോ ക്ലാസ്സിൽ പങ്കെടുത്തതാണെങ്കിൽ നമുക്ക് ആ പാസ്റ്റ് ടെൻസ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറയാം. അപ്പൊ അവിടെ വേറെ ടെൻസ് കയറി വരും. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, അവിടെ വേറെ ടെൻസ് കയറി വരും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ടെൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിലാണ് പങ്കെടുത്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, ഹസീനക്ക് അങ്ങനെ തെറ്റുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ചോദിച്ചെന്ന് മാത്രം. ഓക്കെ, കണ്ടിന്യൂ. I went to hospital yesterday. യെസ്, കറക്റ്റ് ആണ്. ഐ വെന്റ് ടു ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. കറക്റ്റ്. വെരി ഗുഡ്. അപ്പൊ ഇത്ര നേരം ഹസീന പറഞ്ഞത് കുറച്ചു മുമ്പ്, ഇന്നലെ അല്ലെങ്കിൽ അതിന് തലേ ദിവസം, കഴിഞ്ഞ ആഴ്ചയൊക്കെ നടന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങളും സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ച ഈ 2:15 മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ സംഭവവും നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറയാം. ഓക്കെ, യെസ്. മാളവിക. ഒരു 5 സെന്റൻസ് ഒന്ന് പറഞ്ഞ സിമ്പിൾ പാസ്റ്റിന്റെ എക്സാമ്പിൾ. I woke up early yesterday. യെസ്, വെരി ഗുഡ്. പറ്റുണ്ട്. വെയ്ക്കപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വോക്കപ്പ്. WOK. വെരി ഗുഡ്. ഇന്നലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷെ ഇന്നലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. വെരി ഗുഡ്. I brushed my teeth and took a bath. Yes, I brushed my teeth and took my bath. Correct ആണ്. ഞാൻ പല്ല് തേച്ചു, പിന്നെ ഒന്ന് കുളിച്ചു.
അപ്പൊ ഞങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇൻ ദ മോർണിംഗ്, യെസ്, ഒരു സെന്റൻസിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ ദ മോർണിംഗ് കൂടി അവിടെ ചേർത്തു. ഓക്കെ, അടുത്തത്. I washed my clothes yesterday. I washed my clothes yesterday. എന്റെ തുണികളൊക്കെ ഞാൻ ഇന്നലെ അലക്കേണ്ട. വാഷ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ വേണമെങ്കിൽ മാളുവിന് പറയാം ഐ വാഷ് മൈ ക്ലോത്ത് എന്ന് പറയാം. വാഷ്, WASH, വാഷ് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? ഞാൻ എന്റെ തുണി അലക്കാറുണ്ട്. കണ്ട, ഐ വാഷ്, അപ്പൊ ഹാബിച്വലായി, കാരണം പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. നേരെ മറിച്ച് ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ച കാര്യമായി. അപ്പൊ അതെന്തായി? സിമ്പിൾ പാസ്റ്റ് ആയി. ഓക്കെ, പറഞ്ഞോളൂ. I listened to music yesterday evening. Yes, I listened to music yesterday evening. Correct. I meet my teacher the day before yesterday. Yes. ഇതിന്റെ അകത്ത് മാലൂര് ചെറിയൊരു കയ്യോട്ടം പറ്റിയിരുന്നു. യെസ്, വെരി ഗുഡ്. മീറ്റ് പ്രസന്റ് ടെൻസ് ആണ്, MEET, മീറ്റ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോ ഒരു ഇ കളയണം, എന്തായാലും മെറ്റ് വരും. ഓക്കെ ഓക്കെ ഓക്കെ, ഐ മെറ്റ്, ബാക്കി മുഴുവൻ കറക്റ്റ് ആണ് കേട്ടോ. മാലു, യെസ്, ഓൾറെഡി പറഞ്ഞു. I read a story book yesterday. ആതിര, ഇതിന്റെ അകത്തും മാലുവിന് ചെറിയൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. പറയാമോ എവിടെയാണ്? ആതിര, ഇതിന്റെ അകത്തും മാലുവിന് ചെറിയൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. എവിടെയാന്ന് പറയാമോ? മാളു എന്താ പറഞ്ഞേ? I read a story book yesterday. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ഇല്ല സർ. റെഡ് എന്ന് പറയണം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അതായത് സ്പെല്ലിംഗ് അത് തന്നെയായിരിക്കും, RED എന്നായിരിക്കും. പക്ഷെ നമ്മൾ പറയുമ്പോ എന്ത് പറയണം? റെഡ് എന്ന് പറയണം. നേരെ മറിച്ച് ആ യെസ്റ്റർഡേ എന്നുള്ള വേർഡ് അവിടെ ഇല്ല എങ്കിൽ റീഡ് കറക്റ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. ഞാൻ എല്ലാറ്റിനും യെസ്റ്റർഡേ കൂട്ടണം എന്ന് നിർബന്ധോ? ഞാൻ അത് ചിന്തിച്ചുകൊണ്ടുണ്ടായിന്. ഇപ്പൊ നമ്മ ഇന്നലെ നടന്ന കാര്യമെല്ലാം പറയുമ്പോ ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അതിന് യെസ്റ്റർഡേ കൂട്ടണം എന്ന് നിർബന്ധം. ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. യെസ്, ടൈം നമ്മൾ ആവശ്യമുണ്ടെങ്കിലല്ലേ പറയുന്നുള്ളൂ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, കേൾക്കുന്നത് മനസ്സിലാക്കും. അതില്ല, ഞാനൊരു കാര്യം പറയാം. അതിൽ ആർ യു മാരീഡ്? രാവിലെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. 9:30 ആയപ്പോ ആതിര വീട്ടിൽ നിന്ന്, ആതിര ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോയി. 9:30 പയ്യൊക്കെ പറഞ്ഞ് ആള് പോയി. 9:31 ഒരാള് ആതിരയുടെ ഹസ്ബൻഡ് അന്വേഷിച്ച് വന്നാൽ എന്റെ ഹസ്ബൻഡ് പോയി എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും? മൈ ഹസ്ബൻഡ് വെന്റ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ കേൾക്കുന്ന ആള് വിചാരിക്കും പോയിട്ട് കുറെ സമയമായി എന്ന്. യെസ്, രീതിയില്. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ യെസ്റ്റർഡേ എന്ന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ദിസ് ഓൾറെഡി ഹാപ്പൻഡ് ഏർലിയർ, നേരത്തെ സംഭവിച്ചു, പോയി. പക്ഷെ ആതിരയുടെ ഉള്ളിൽ നിന്ന് പോയിട്ട് അധികം നേരം ആയിട്ടില്ല എന്നുള്ളത്. യെസ്, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അസീന പറയുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ, ടൈം ഇല്ലാണ്ട് നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ചേർത്ത് പറയാം. അല്ലെങ്കിൽ അതിന് വേറൊരു ടെൻസ് ഉണ്ട്. ഓരോന്നിനും ഓരോ ടെൻസ് ഉണ്ട്. ആ ടെൻസിൽ തന്നെ പറയുമ്പോൾ ചേർത്തിട്ട് പറയാനല്ലേ എന്ന് പറഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഒക്കെ പറയുന്നത്. സിംഗുലറും നോക്കിയിട്ട് ചേർക്കാൻ പറഞ്ഞു. 12 ടെൻസും 12 സമയത്താണ് ഉപയോഗിക്കുക. അപ്പോ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ടെൻസ് ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് അറിയാമെങ്കിലായിട്ട് അത് മനസ്സിലാവുള്ളൂ. യെസ്, അപ്പൊ ഇന്ന ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പൊ ഇന്നാണ് ഉദ്ദേശിച്ചത്. യെസ്, ഇപ്പോ ശരീബയെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്.
അപ്പൊ ഞാൻ അവിടെ യാദൃച്ഛികമായിട്ട് വന്നപ്പോ ശരീഭവ്യോട് ചോദിക്കുക, അപ്പൊ വെറുതെ ഇരിക്കേണ്ട പേര് ശരീഭവ്യ ചായ കുടിച്ചാലോ ചോദിക്കുക. അപ്പൊ ശരീഭവ്യ പറയാണ് ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ല, ശരീഭവ്യ സബ്ജക്റ്റ് ഐ കഴിഞ്ഞു, പിന്നെ വുഡ് ഉപയോഗിച്ചു, വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷൻ വുഡ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കുന്ന സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലെന്നാണ്. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് എ പാസ്റ്റ് ഹാബിറ്റ്. മുൻപുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. ഞാൻ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കില്ല, പാസ്റ്റ് ഹാബിറ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ ശരീരഭാവി പറയുമ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കണം, അന്ന് ഞാൻ ജ്യൂസ് പറയട്ടെ. യെസ്, അല്ല, പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വുഡ് പ്ലസ് പ്രസന്റൻസ് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഷോസ് എ പാസ്റ്റ് ഹാബിറ്റ്. ഐ വുഡ് സ്മോക്ക്, ഞാൻ പുകവലിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. യെസ്, ഐ വുഡ് യൂസ് മൊബൈൽ ഫോൺ, നേരത്തെ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പില്ലെന്നാണ് അർത്ഥം. യെസ്, നമുക്ക് അങ്ങോട്ടൊക്കെ തിരിച്ചു വരാം. അപ്പൊ ഓരോ ടെൻസിനും, ഉപയോഗിക്കുന്ന ടെൻസിനും ഓരോ കാലഘട്ടവും ഓരോ പ്രത്യേകമായിട്ടുള്ള മീനിങ്ങും. നമ്മൾ പിന്നെ അതൊന്നും നോക്കാറൊന്നുമില്ല, എന്താണോ വന്നത് അത് വെച്ചങ്ങനെ തകർക്കും. പിന്നെ ടീച്ചർ നോക്കുമ്പോ ഏതാണ്ട് ഉത്തരത്തിന്റെ അടുത്തേ കൂടെ ഒക്കെ പോയിട്ട് ടീച്ചർക്ക് തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും? 10 മാർക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോകും. ഇനിയൊന്നും പറ്റൂല. കാരണം ആ ഇരിക്കുന്ന പിള്ളേരിലെ ഏതെങ്കിലും തലയിലും മൂളുള്ള ഒരു പയ്യനുണ്ടെങ്കിൽ അത് ചോദിക്കും, എന്താ ടീച്ചർ അതാ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയണ്ടേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ദാറ്റ് ഷോസ് an action that already happened. അപ്പൊ 2 ടെൻസുകളാണ് നമ്മളിത് നോക്കിയത്. വൺ ഈസ് സിമ്പിൾ പ്രസന്റ്, നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ പാസ്റ്റ്. ഇനി അടുത്തത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ എത്തൂല, കാരണം ഈ ഒരു 3 മിനിറ്റും കൂടെ ഉള്ളൂ. യെസ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ എത്തൂല. അഞ്ജു കേസി, അഞ്ജുവിന്റെ പറയൂ. അഞ്ജുവിന്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു 5 ഇൻസിഡന്റ് പറയൂ. കഴിഞ്ഞ ആഴ്ച പുറത്ത് പറയാൻ പറ്റുന്ന ഒരു 5 ഇൻസിഡന്റ് പറയും. എന്താണ് സോജി? സാറേ, ഈ റീഡിന്റെ പാസ്റ്റ് റെഡ് എന്ന് പറഞ്ഞില്ല, അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ സാർ? അത് തന്നെ, സ്പെല്ലിംഗ് സെയിം, പറയുന്നതിൽ വ്യത്യാസമുള്ളൂ അല്ലേ? പ്രൊനൗൺസിയേഷൻ മാത്രം ചേഞ്ച്. പറഞ്ഞോളൂ. I purchased vegetables in last week. Yes, correct. I purchased vegetables last week. സംഗതി കറക്റ്റ് ആണ്. പക്ഷേ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാങ്ങുക. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും വാങ്ങുക. അപ്പോ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് കൺഫ്യൂഷൻ വരാം. എപ്പോഴും ഓർത്തിരിക്കുക, വില കൂടിയ സാധനങ്ങൾ ആണെങ്കിൽ പർച്ചേസ് പറയാം, വില കുറവാണെങ്കിൽ ബൈ എന്ന് പറയും. എപ്പോഴും നോക്കട്ടെ. ഐ ബോട്ട് എ കാർ എന്ന് പറയുന്നത്, ഐ പർച്ചേസ് എ കാർ. വില കൂടിയ ഐറ്റംസ്, എക്സ്പെൻസീവ് ഐറ്റം ആകുമ്പോൾ എപ്പോഴും എന്ത് പറയണം? പർച്ചേസ്. കുറഞ്ഞതാണെങ്കിൽ ബൈ എന്ന് പറയാം. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. യെസ്, ഓക്കെ, കണ്ടിന്യൂ. I prepared a biryani in last week. I prepared chicken biryani last week. കഴിഞ്ഞ ആഴ്ച ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. കറക്റ്റ് ആണോ? പിന്നെ I attended my class in last week. I attended my online class last week. Correct. I went to hospital in a last week. Last week ആണല്ലോ. Yes, last week I went to hospital. Correct. സാർ, ലാസ്റ്റ് വീക്ക് എന്നല്ലാണ്ട് പിന്നെ എന്താ പറയാ? യെസ്റ്റർഡേ പറയാലോ, അല്ലെങ്കിൽ ടുഡേ മോർണിംഗ് പറയാലോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് കുറച്ചൊക്കെ നമ്മൾ ചേർത്തോ. ഇത്രയും സത്യസന്ധരാവല്ലേ. സെന്റൻസിന്റെ ഭംഗിക്ക് വേണ്ടിട്ടേ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ പറ്റിക്കോ. യെസ്, ഓക്കെ അഞ്ജു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അഞ്ജു നന്നായിട്ട് പറഞ്ഞു.
വെരി ഗുഡ്. അപ്പൊ 2 ടെൻസുകളാണ് നമ്മൾ നോക്കിയത്. ഇതിന്റെ ബാലൻസ് കുറച്ച് ടെൻസ് കൂടി ഉണ്ട്, അതും കൂടി Sir, പറഞ്ഞു കഴിഞ്ഞു. Sir, പറഞ്ഞു മുകേഷ്. I wrote a story about a crow എന്നുള്ളതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? I wrote a story about a crow. Yes. Yes, കുഴപ്പമൊന്നുമില്ല. ക്രോ എന്ന് പറഞ്ഞാൽ കാക്കയാണ് ഉദ്ദേശിച്ചത്. അതെ. Yes, okay, 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 okay. Yes. Then ഒരിക്കൽ കൂടി നിങ്ങളുടെ എന്താ പറയാ, നേരത്തെ ഷിലു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സൈനിങ് ഓണിൽ പറഞ്ഞ പോലെ ഡീപ്പായിട്ടുള്ള കോഓപ്പറേഷൻ ആണ്. അതുകൊണ്ടാണ് 2 ടെൻസ് നമുക്ക് തീർക്കാൻ പറ്റിയത്. ബാക്കി ടെൻസ് കൂടി നമുക്ക് നോക്കിയിട്ട് കണ്ടീഷൻ സെൻറ്റൻസിലോട്ട് കിടക്കാം. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം അങ്ങനെ പിടിയിട്ടിന്ന് വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആരാണ് സൈൻ ഔട്ട് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാനാണ് സർ. ഓക്കെ വിദ്യ, സ്റ്റാർട്ട്. Thank you so much, Job sir, for a helpful class today. The session on simple present tense and simple past tense was really clear and interesting. The examples you gave made it very easy to understand how to use them correctly in conversations. A big thanks to all my dear friends as well for making the interactive session so lively. Thank you everyone. Have a great day ahead. Thank you. Yes, thanks to all. Have a great day. Thank you. Thank you, sir. Thank Thank you, you, sir. sir. Thank you, sir. Okay.